മാമോനാണോ ഉമ്മടെ ചക്കരമോനാണോ ഉമ്മടെ ആറ്റക്കനിയാണോ എങ്കിൽ ആറ്റക്കനി പെണ്ണ് കെട്ടരുത്. ഉമ്മടെ പുന്നാരമോൻ പെണ്ണ് കെട്ടരുത്. എടാ, നിന്റെ വീട്ടിൽ നിന്റെ ഇണയായി വന്നതിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളെ ഉമ്മാക്ക് ദേഷ്യം പിടിക്കുമ്പോ വേശിയെന്നും അവിടെ ഉമ്മാക്ക് വേശിയെന്ന് വിളിക്കും. അവൾ ഇന്ന് വരെ നിന്നെയും നിന്റെ മക്കളെയും കുറിച്ചല്ല അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതെ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇതൊക്കെ വിളിക്കുമ്പോ നീ പ്രതികരിക്കണമെന്നല്ല പറയുന്നത്. ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ അവക്കൊപ്പം ഭർത്താവെങ്കിലും ഉണ്ടല്ലോ എന്ന സമാശ്വാസമാണ്. ഇതുമില്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും കേൾക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരു മണുങ്ങനാണെങ്കിൽ വെറുതെ നീ പെണ്ണ് കെട്ടി വല്ല പെൺപിള്ളാരെ ജീവിതങ്ങൾ എവിടെങ്കിലും പോയൊക്കെ ജീവിക്കട്ടടാ. ചുറ്റുവട്ടത്തുള്ള പെൺപിള്ളാരൊക്കെ ഹ്രസ്വമായ കാലഘട്ടം നല്ല രീതിയിൽ സന്തോഷിച്ചും ആഹ്ലാദിച്ചും ഭർത്താക്കന്മാരോടൊപ്പം ജീവിതം കളറാക്കുമ്പോൾ അവരിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതൊക്കെ ഓർത്ത് കരയുന്ന ഒരു അവസ്ഥയിൽ ഒരു പാവപ്പെട്ടവരുടെ ജീവിതം നശിപ്പിക്കില്ല. നീ ഒന്ന് പെണ്ണ് കെട്ടണ്ട. നിന്റെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ വീട്ടിരുന്നിട്ട് ഉമ്മടെ ആറ്റക്കണിയാണ്, ഉമ്മടെ ചക്കരമോനാണ്, ഉമ്മടെ ചാഞ്ചല്ലമാണ് ഇതിങ്ങനെ കേട്ട് സൂചിച്ചിരിക്കുക. പെണ്ണ് കെട്ടാൻ നിൽക്കരുത്. അത് നിങ്ങളൊക്കെ എവിടെങ്കിലും ഒക്കെ പോയി രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ മഹത്വമുണ്ട്. ഉമ്മ നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ചക്കരയാണ്, ഒക്കെ ശരിയാണ്. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ വരെ ഉമ്മ വിളിച്ചാൽ വിളി കേൾക്കാം. ബഹുമാനപ്പെട്ട തഴവസ്ഥാന്റെ അൽ മവാഹിബുൽ ജലീലുണ്ട്, ഒക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഉമ്മാനെ നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുന്ന ദീനായിരിക്കണം. നമുക്ക് നമ്മുടെ ഭാര്യയോട് ഒരു ബാധ്യതയില്ലേ, പ്രതിബദ്ധമില്ലേ, കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഉമ്മ പറയാണ് ഭാര്യനെ ഒഴിവാക്കണം, അവളെ എവിടെ വിടാൻ പാടില്ല, എവിടെയും കൊണ്ടുപോകാൻ പാടില്ല. ദീനല്ലാത്തൊരു കാര്യത്തിലും അനുസരിക്കണ്ട. അതിനർത്ഥം ഉമ്മയോട് ശോഭിക്കുകയോ ഉമ്മയോട് ശൗര്യം കൊണ്ട് വർത്താനം പറയുകയോ ഒന്നുമല്ല. വളരെ ഹിക്കുമത്തിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഉമ്മമാരുടെ ഒക്കെ പ്രശ്നം എന്താ അറിയാം, അത്യാവശ്യം നല്ല ദീനുണ്ട്, നല്ല ദീനാണ്, നല്ല ഇബാദത്താണ്. പക്ഷെ വീട്ടിൽ വരുന്ന പെൺപിള്ളാരോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസില്ല. ഉമ്മ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആഹാരം നഷ്ടപ്പെടും. മോനെ, വേറുള്ള വിഷയങ്ങളൊക്കെ ആഹാരം നഷ്ടപ്പെട്ടാൽ എനിക്ക് സങ്കടമുണ്ട്. ഈ വിഷയത്തിൽ ആഹാരം പോലെ ഇനി ആരിറങ്ങി വന്നെന്ന് പറഞ്ഞാലും ഞാൻ കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും വിരോധമാണ് ഈ പിള്ളേരോട്. ആകെ ഒരു കുഞ്ഞു ജീവിതമല്ലേ എൻ്റെ ഉമ്മ. ഈ പെൺപിള്ളാരെയൊക്കെ മക്കളെ പോലെ കണ്ട കളറാക്കത്തില്ലേ അവര്? നിങ്ങളെ ഊട്ടിയിലും കൊടൈക്കനാലും വയനാടും ഒക്കെ കൊണ്ടുപോയി നിങ്ങളെ തണുപ്പിക്കത്തില്ലേ? സ്വിമ്മിംഗ് പൂളിലിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടത്തില്ലേ? ഈ പിള്ളേരെ നിങ്ങൾ സ്നേഹിച്ചു നോക്കുക, അവര് നിങ്ങളോട് ഭയങ്കര കളറടിക്കും. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺമക്കളെ ഭർത്താക്കന്മാര് സ്നേഹിക്കുമ്പോൾ അവരൊക്കെ നല്ല ഉഷാറും നല്ല ആൺകുട്ടികളും. ഈ ചെക്കനെങ്ങാണം ഭാര്യയോട് ഒരു മിനിറ്റ് വർത്താനം പറഞ്ഞിരിക്കുന്ന കണ്ട പിന്നെ അവൻ പെങ്കോന്തനും പെങ്കൂസനും. എന്തൊരവസ്ഥയാണ്! ഇവിടെ പൊരുത്തമില്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. അങ്ങനൊരു സ്വർഗം ഈ ദുനിയാവിലേ ഇല്ല. സെറ്റല്ലേ? അതുകൊണ്ട് ഉമ്മാ മക്കൾ ഒരിക്കൽ കൂടെ പറയാനുള്ളത്, പെണ്ണ് കെട്ടണ്ടറാ. ഇങ്ങനെ